എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ? അതായിരുന്നു ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ്. എന്തിനോ വേണ്ടി ഒരു വീക്കെൻഡ് എപ്പിസോഡ്, പ്രത്യേകിച്ച് അക്ബറിനെ വെള്ള പൂശാനായിട്ട് നടത്തിയ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എന്നാണ് കണ്ട സമയത്ത് തോന്നിയത്. അക്ബറിനെ അങ്ങ് വെളുപ്പിച്ച് വെളുപ്പിച്ച് അങ്ങ് കുട്ടപ്പനാക്കാനുള്ള നല്ല ശ്രമം നടത്തിയായിരുന്നു അവിടെ ബിഗ് ബോസും ലാലേട്ടനും ചേർന്നിട്ട്. അവൻ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നെവിൻ അനുമോളുടെ പാവം മോഷ്ടിച്ചത് അത് ഗെയിമിന്റെ ഭാഗം. അത് ഗെയിമല്ലേ, അങ്ങനെ ചെയ്യാലോ, ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, മോഷ്ടിക്കാലോ, അത് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ ലാലേട്ടൻ നേരെ തിരിച്ച് അക്ബറിന്റെ പാവം മോഷ്ടിച്ച ആൾക്കാരെ വിചാരണ ചെയ്യുന്നു. എന്തിനാ അക്ബറിന്റെ പാവം മോഷ്ടിച്ചു, ആരാണ് പാവം മോഷ്ടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിചാരണ കോടതി അവിടെ അങ്ങ് നിർത്തിയിട്ട് അങ്ങ് വിചാരണ നടത്തുന്നു. എന്തായാലും നെവിൻ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മറുപടികൾ പറഞ്ഞ് അവിടെ ലക്ഷ്മിക്ക് ഒരു റോളും ഇല്ലാണ്ടാക്കി. വെറുതെ ലക്ഷ്മി അവിടെ നിന്നിട്ട് പാവ എടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യവും നെവിൻ അവിടെ അങ്ങ് കലക്കി പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അങ്ങനെയാണ് അവിടെ ആ സീനിൽ മറുപടി പറയേണ്ടത്. അക്കാര്യത്തിൽ നെവിനെ ഞാൻ പൊളിച്ചു കിട്ടോ. എന്ന് വെച്ചാൽ നെവിൻ അവിടെ പറഞ്ഞ മറുപടിയാണ് ആ സീനിന് ഏറ്റവും ഉതകുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ബിഗ് ബോസും ടീമും എന്ത് പ്രതീക്ഷിച്ചോ അതിന് വിപരീതം നടന്നതായിട്ടാണ് അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. എന്തായാലും ആര്യനെ അങ്ങ് പെയിന്റ് അടിച്ച് അങ്ങനെ വെളുപ്പിച്ചു. അനുമോൾ എന്ത് വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നവിടെ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അവിടെ അനുമോളുടെ പാവം മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല, അത് ഒരു ഒന്നുമല്ല, മോഷ്ടിക്കാം. എന്നാൽ അക്ബറിന്റെ പാവം മോഷ്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അക്ബർ എന്ന് പറയുന്ന ഗെയിമറോടൊന്നും എനിക്ക് ഒട്ടും കലിപ്പില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ നന്നായി അവിടെ ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ്. എന്തൊക്കെയെങ്കിലും അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ആളാണ് അക്ബർ. പിന്നെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. വിശ്വസിച്ച് നമുക്കൊരു കാര്യം പറയാം, അതൊക്കെ അക്ബറിനെ ഞാൻ സമ്മതിക്കും. അതുകൊണ്ട് ഞാൻ അക്കൂട്ടത്തിൽ അക്ബറിനെ ഞാൻ അങ്ങനെ മോശക്കാരനാക്കുന്നില്ല. പക്ഷേ അക്ബറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന പോലുള്ള തോന്നലുണ്ടല്ലോ നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അത് കാണുമ്പോഴാണ് നമുക്ക് ഇറിറ്റേഷൻ വരുന്നത്. അക്ബറിനെ മാത്രമല്ല, കുറച്ച് ആര്യനുണ്ട്. ആര്യന്റെ അടുത്ത് ചുമ്മാ എന്തിനാണ് മോനെ കാർഡ് ഒളിപ്പിച്ചത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമല്ലേ മോനെ, ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട്. എന്നാൽ അനുമോളുടെ അടുത്തുള്ള ചോദ്യമാണ്, അനുമോൾ എന്താണ് പറഞ്ഞത്, ഒന്നും മനസ്സിലായില്ലല്ലോ, അതിനെന്താണ് കുഴപ്പം, അങ്ങനെ ചെയ്യാലോ, അതിനിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അനുമോളുടെ പ്രശ്നം എന്താണ്? അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അനുമോള് മിണ്ടാതെ വായടച്ചു കുത്തിരിക്കാനാണ് എനിക്കിത് പറയാനായിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. ഇവിടെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് എന്താണ് താൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആ പൊട്ടത്തിക്ക് അറിയില്ല. അവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ ആവുക എന്നതായിരുന്നില്ല ആര്യന്റെ ലക്ഷ്യം. ആര്യനെ അവിടെ നോമിനേഷൻ ഫ്രീ ആവണം. അപ്പൊ ക്യാപ്റ്റൻ ആയാൽ മാത്രമേ നോമിനേഷൻ ഫ്രീ ആവുള്ളൂ എന്നുള്ളത് കൊണ്ട് ക്യാപ്റ്റൻ ആവാനുള്ള ശ്രമം അവിടെ നടത്തി. അല്ലാതെ ക്യാപ്റ്റനായിട്ട് വീട് ഭരിക്കണം അല്ലെങ്കിൽ വീട് നന്നായി നോക്കണം എന്നൊരു കാര്യമായിരുന്നില്ല ആര്യന് വേണ്ടത്. അവിടെ നോമിനേഷൻ ഫ്രീ എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു ആര്യന്റെ ലക്ഷ്യം എന്നാണ് അനുമോൾ അവിടെ പറഞ്ഞത്. ഈ പറയുന്ന ലാലേട്ടൻ അത് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, അത് വേറെ കാര്യം. അത് ബാക്കിയുള്ള വീട്ടിലുള്ളവർക്കും മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷേ അനുമോൾക്ക് ഒന്നും സംസാരിക്കാനും അറിയില്ല. അനുമോൾ എന്തോ പൊട്ടത്തെറ്റങ്ങ് പറയുന്നു, എന്തോ തോന്നിവാസങ്ങൾ പറയുന്നു എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം. അതൊരു പാഴ്ശ്രമമായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാണ്ട് കെട്ടുന്ന ഉരുളുന്ന കാണുമ്പോൾ നമുക്ക് എന്നെ തോന്നും രണ്ടെണ്ണങ്ങ് പൊട്ടിക്കാനായിട്ടും. എങ്കിൽ പിന്നെ വായ കുത്തി അവിടെ ഇരിക്കും പെങ്കുച്ചെന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിപ്പോയി. ഒന്നല്ലെങ്കിൽ നീ മര്യാദയ്ക്ക് പറയാം, അല്ലെങ്കിൽ പറയാൻ അറിയില്ലെങ്കിൽ മിണ്ടാതെ കുത്തിരിക്കുക. എന്തിനാണ് ഈ ലാലേട്ടനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കിട്ടുന്ന അവസരം അനുമോളങ്ങ് അടിച്ചു താഴ്ത്താനായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചുറ്റിക വെച്ചിട്ട്, അടിച്ചു താഴ്ത്താൻ കിട്ടിയ അവസരം അവരങ്ങ് ഉപയോഗിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, അക്ബറുമായിട്ടുണ്ടായിരുന്ന ആ ബസ്സിന്റെ വിഷയം ലാലേട്ടൻ അത്ര വലിയ വിഷയമൊന്നും ആക്കിയില്ല. അതൊന്ന് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോയി. അതിനോട് ഞാൻ അനുമോളുടെ അടുത്ത് യോജിക്കുന്നൊന്നുമില്ല. അനുമോൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല, എൻ്റെ ദേഹത്ത് തൊടണ്ട എന്നൊക്കെ പറയാം. പക്ഷേ അവിടെ ആ ബസ്സിലത്തെ ആ ഒരു ഡയലോഗ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അത് വലിയ സംഭവ ഇഷ്യൂ ആക്കിയിട്ടൊന്നും ലാലേട്ടൻ അവിടെ ചോദിച്ചില്ല. പിന്നീട് അവരുടെ കാർഡ് ഇറക്കൽ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിക്കലൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാർഡ് ഇറക്കലില് എനിക്ക് അനുമോൾക്ക് കിട്ടിയതൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവർക്കും കിട്ടിയത് അവരൊക്കെ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് തോന്നിയുള്ളൂ. പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അത് അനുമോൾ അവിടെ അങ്ങനെ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനുമോൾ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അനുമോൾക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആദ്യം ശൈത്യാണെങ്കിലും പിന്നെ ആദില നൂറയാണെന്നുണ്ടെങ്കിലും ഒക്കെ എപ്പോഴും അനുമോൾക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അത് അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അനീഷാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മെയിൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അനുമോളും അങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ്
അവിടെ ഒട്ടിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക, ക്യാമറയോട് സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അനുമോൾ ഇന്നേ വരെ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ അനീഷിന്റെ കയ്യിൽ. അനീഷിന്റെ പരിപാടിയിൽ ഒറ്റപ്പെട്ടു, ഞാൻ എനിക്കിവിടെ ആരുമില്ല എന്ന് പറയുന്ന ഡയലോഗും ക്യാമറ നോക്കി സംസാരിക്കുന്നതും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന പരിപാടിയും അതൊക്കെ അനീഷിനുണ്ട്. പക്ഷേ ഇവരെല്ലാവരും കൂടിയിട്ട് പിന്നെ അനുമോളുടെ മേലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനുമോൾ അതെല്ലാം ഏറ്റെടുക്കാനാണല്ലോ ആളാണല്ലോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ഏറ്റവും ഗുണമുള്ള കാര്യം, അതായത് അനുമോൾക്ക് അവിടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അനുമോൾക്ക് ആദില നൂറയെ പോലെ 2 ഫ്രണ്ട്സിനെ കിട്ടിയതാണ് ആ വീട്ടിലെ ഏറ്റവും അനുമോളുടെ സമ്പാദ്യം എന്ന് പറയും. ഇതുപോലെ കാലുവാരികള് 2 ഫ്രണ്ട്സിനെ എന്തിനാണോ അനുമോൾ കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതുപോലെ 2 എണ്ണം എവിടെ എന്ത് അവസരം കിട്ടിയാലും അനുവിനെ എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടി അനുവിനെ നെഗറ്റീവ് ആക്കാനായിട്ട് നോക്കുന്ന 2 ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്. അത് അല്ല, എനിക്കിപ്പോ ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും തോന്നണ്ട, അത്രയും മറുബോറായിട്ടാണ് എനിക്ക് വീക്കെൻഡ് എപ്പിസോഡ് തോന്നിയത്. എന്തൊക്കെയോ കുറെ കാണിച്ചു കൂട്ടുന്നു, അനുമോളെ ചെറുതാക്കാനും അനുമോളെ മോശക്കാരിയാക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ ഷാനവാസ് എന്തൊക്കെ അതിലെന്നെ നൂറേനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് അനീഷിനെ കൊണ്ട് അത് മുഴുവൻ പറയിപ്പിക്കുന്നുണ്ടായിരുന്നു. അനീഷ് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ അത് മുഴുവൻ പറയിപ്പിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷാനവാസിനെ കുറച്ച് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, ആ കൂട്ടത്തിൽ അക്ബർ ഒന്ന് പൊങ്ങുമല്ലോ, അതായിരുന്നു ഉദ്ദേശം തോന്നുന്നു. അപ്പൊ ഷാനവാസിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അനീഷ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ അത് ഷാനവാസിനെ നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ആദിലെ നൂറയും ഷാനവാസും തമ്മിൽ ഉഗ്രം വഴക്ക് നടക്കും. ഞാൻ ആകെ ആ കാര്യത്തിൽ ഞാൻ പോസിറ്റീവായിട്ട് കണ്ടത് ആദിലെ നൂറയും ഇതിന്റെ പേരിലൊന്നും ഷാനവാസായിട്ട് വഴക്കിടാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ട് വരും. അതുകൊണ്ട് ഞാനത് കുഴപ്പമില്ല എന്നങ്ങ് വിചാരിച്ചുട്ടാം. പക്ഷേ ചെയ്തത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പ്രേക്ഷകർക്കിടയിലേക്ക് വീണ്ടും 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 വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഷാനവാസിനെ നെഗറ്റീവ് ആക്കാനുള്ള ആ ഒരു ശ്രമം ഉണ്ടല്ലോ, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് എനിക്ക് പറയാനാണ് എനിക്ക് തോന്നിയത്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ സുപ്രഭാതവും ഗുഡ് മോർണിംഗും അതായിരുന്നു കണ്ടന്റ്. അപ്പോ നമ്മുടെ അക്ബർ നമ്മുടെ അനീഷിനെ പൊളിച്ചെടുക്കുന്നു, അതാണ് അവിടുത്തെ സീൻ. സംഭവം പൊളിച്ചെടുക്കി അക്ബർ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സീനൊക്കെ അവിടെ ക്രിയേറ്റ് ആവുമ്പോൾ ആർക്ക് ബൂസ്റ്റ് ആവും? നമ്മുടെ അക്ബറിനെ ബൂസ്റ്റ് ആവും. അപ്പൊ അക്ബറിന് ബൂസ്റ്റ് ആവുന്ന കാര്യങ്ങൾ അവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അത് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഡയലോഗുകളും ഒക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊന്നല്ല, ഈ പറയുന്ന അനീഷ് അത്ര നല്ല പുള്ളിയൊന്നുമല്ല, നുണ പറയാനായിട്ട് മിടുക്കനായിട്ടുള്ള ഒരാള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് അനീഷ്. മറ്റൊന്നുമല്ല, ഇവിടെ നമ്മുടെ അക്ബറിന്റെ അടുത്ത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്ന്. എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറയുന്നത് ഞാൻ തുടക്കത്തിൽ കുറച്ച് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ്, പിന്നെ ഞാൻ സുപ്രഭാതം പറഞ്ഞു. പിന്നെ അക്ബർ ചോദിച്ച സമയത്ത് അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ലാലേട്ടൻ ചോദിച്ച സമയത്ത് പെട്ടെന്ന് അങ്ങ് ഓർമ്മ വന്നു കളഞ്ഞു അനീഷിനെ. അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. പെട്ടെന്ന് അയ്യോ ലാലേട്ടനല്ലേ ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഓർമ്മ വന്നു, അയ്യോ ഞാൻ പണ്ടെപ്പോഴോ ഗുഡ് മോർണിംഗ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോഴാണ് നമ്മുടെ അനീഷിന് ഓർമ്മ വന്നത്. അപ്പൊ അനീഷ് പച്ചക്കള്ളങ്ങൾ പറയാനും മാറ്റി മാറ്റി പറയാനും ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി വേറെ ആരുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ അനീഷ് വീട്ടിൽ ഇപ്പൊ ആരും അത്ര നല്ല പുള്ളികളല്ലാത്തതുകൊണ്ട് നമുക്ക് ആരെയും എടുത്തു പറയാനൊന്നുമില്ല. പക്ഷെ കൂട്ടത്തിൽ തമ്മിൽ ഭേദം തൊമ്മൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നല്ല അറുബുറൻ എപ്പിസോഡായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിന്. അതിൽ കുറച്ചെങ്കിലും കണ്ടന്റ് വന്നത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ കുറച്ച് കോടതിയിൽ നിന്ന് കുറച്ച് ഡയലോഗൊക്കെ ഇട്ട് കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞ് നിവിനെ കുറച്ച് സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അനീഷും അക്ബറും തമ്മിലുള്ള ഉഗ്രൻ ഒഴിവഴക്ക്. സുപ്രഭാതം ബിഗ് ബോസ്, ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് ഏതാണോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. ലാലേട്ടൻ അവസാനം 2നും ഒരേ അർത്ഥമാണെന്ന് പറഞ്ഞു. അതിപ്പോ നമുക്ക് അറിയാത്ത കാര്യമായതുകൊണ്ട് ലാലേട്ടൻ പുതിയൊരു അറിവ് നമുക്ക് തന്നു. സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും ഒരർത്ഥമാണ്. ഇനി നിങ്ങൾ അത് അറിയാതെ പോകരുത്. അതാണ് പുതിയൊരു കാര്യം അവിടെ ഉണ്ടായത്. പിന്നെ നമ്മുടെ ഷാനവാസിനെ കുറച്ച് നെഗറ്റീവ് ആക്കാൻ നോക്കി. അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി മാത്രം ഒരു എപ്പിസോഡ് വെച്ചു. അതിങ്ങനെ കുറെയൊക്കെ ഉണ്ടാക്കി. പിന്നെ അനുമോളുടെ ഭാഗത്ത് അല്ലറ ചില്ലറ തെറ്റുള്ളതുകൊണ്ട് നമുക്കൊന്നും പറയാനും നിവൃത്തിയില്ല എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടെ ലക്ഷ്മിക്കൊന്നും പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വക്കീലായിട്ട് അവിടെ എന്തിനോ കൊണ്ട് നിർത്തി. 2 ഡയലോഗ് പോലും തികച്ച് സംസാരിക്കാൻ അറിയാത്ത ലക്ഷ്മിനെ എന്തിനവിടെ കൊണ്ട് നിർത്തിയെന്ന് എനിക്ക് തോന്നി. അവിടെയും ലക്ഷ്മിയെ കൊണ്ട് നിർത്തിയതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതായത് അക്ബറും അനുമോളും തമ്മിലുള്ള വിഷയത്തിൽ ലക്ഷ്മി സംസാരിച്ചല്ലോ, അക്ബറിനെ എതിരെ സംസാരിച്ചു അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട്. അത് അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ലക്ഷ്മിക്ക് ഇട്ടൊരു കൊട്ടു കൊടുക്കണ്ടേ? ഒന്നും കാണാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മി എന്തിനു സംസാരിച്ചു? അക്ബർ അനുമോളെ വല്ലതും ചെയ്യുന്നത് ലക്ഷ്മി കണ്ടോ? അപ്പൊ കാണാത്ത കാര്യത്തിന് വേണ്ടി സംസാരിച്ചാലേ എങ്കിൽ പിന്നെ അക്ബറിന് വേണ്ടി വാദിക്കൂ എന്നായിരുന്നു അവിടുത്തെ ഉദ്ദേശം അവരുടെ. അതായത് ലക്ഷ്മിക്കിട്ട് ഒരു പണി കൊടുക്കുക അക്ബറിനെതിരെ സംസാരിച്ചതുകൊണ്ട്. അപ്പോൾ അക്ബറിനെതിരെ അവിടെ ആരും എന്ത് ചെയ്താലും അതൊരു വലിയ സംഭവമാകും എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ സാരാംശം.
അപ്പൊ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അതായത് ഇന്നത്തെ എപ്പിസോഡിന് ഒരൊറ്റ സാരാംശമേ ഉള്ളൂ. ബിഗ് ബോസ് വീടിനുള്ളിൽ അക്ബറിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് ലാലേട്ടൻ അവരെ എല്ലാവരെയും പൊളിക്കും. എല്ലാവരും അക്ബറിനെതിരെ നിന്നവരെ എല്ലാവർക്കും എതിരെ ലാലേട്ടൻ നല്ല ഡയലോഗൊക്കെ പറഞ്ഞ് അക്ബറിനെ വെള്ള പൂശി നല്ല സുന്ദരകുട്ടപ്പനാക്കി നിർത്താനുള്ള ഒരു ശ്രമമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കുന്നത് എന്നാണ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ കമന്റ് ചെയ്യുക.